ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏകാന്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭയപ്പെടുന്ന ആളുകളുണ്ട്. ചിലർക്ക് ഏകാന്തത തന്നെ ഒരു ഭയമാണ്. അതിൻ്റെ കൂടെ നമ്മെ തനിച്ചാക്കുന്ന സാഹചര്യങ്ങൾ കൂടി വന്നാൽ ഭയം ഇരട്ടിയാകും. എത്ര വലിയ ധീരനും ഉള്ളിൽ ചെറിയൊരു ഭയത്തോടെ നേരിടുന്ന നിമിഷങ്ങൾ. പിന്നെ പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രം. ആരുമില്ലാത്ത വഴിയോരമോ ഇരുട്ടോ ഒക്കെ അതിൽപ്പെടാം. ആ സാഹചര്യങ്ങൾ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളാകാം, ചിലപ്പോൾ സാങ്കല്പികവുമാകാം. ഏതാണെങ്കിലും അത് മനുഷ്യനെ ഭയത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ജോഷയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുകയും ഈ വാഗ്ദാനം ഏറ്റുപറയുകയും ചെയ്യുക എന്നതാണ് ഭയത്തെ ഇല്ലാതാക്കുവാനുള്ള മറ്റൊരു മാർഗം. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, യുഗാന്തം വരെ എന്നും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിലൂടെയും മറ്റു പല തിരുവചനങ്ങളിലൂടെയും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും അങ്ങ് എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന എല്ലാ അവസ്ഥകളിലും പോകുന്ന എല്ലാ ഇടങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് അറിയുവാനും അങ്ങയുടെ സാന്നിധ്യം ഏറ്റുപറഞ്ഞ് അതിൽ കൃപ സ്വീകരിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് അനുഗ്രഹം ചൊരിയണമേ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സ്വീകരിക്കുവാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ മേലും ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവരുടെ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുടനീളം അനുഭവിച്ചറിയുവാനും യേശു കൂടെയുണ്ടെന്ന് ഏറ്റുപറഞ്ഞ് ദൈവകൃപ സ്വീകരിച്ച് നന്ദി പറയുവാനും നാം എല്ലാവരെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ. ഏകാന്തതയുടെയും ഭയത്തിൻ്റെയും ബന്ധനങ്ങൾ വിട്ടുമാറി ദൈവ സാന്നിധ്യ സ്മരണയിലായിരിക്കുവാനുള്ള പരിശുദ്ധാത്മാഭിഷേകം ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നമ്മിലെല്ലാവരിലും ദൈവം വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.